ഞാനിവിടെ എടുത്തത് 2 തേങ്ങയാണ്. അത് നന്നായി ചിരവിയെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളക്കണം കേട്ടോ. അതിലേക്ക് തുളസിയില 1 പിടിയും ചെമ്പരത്തിപ്പൂവ് 9 എണ്ണമാണ് എടുത്തത്. പിന്നെ മൈലാഞ്ചി ഇല 1 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 1 പിടിയാണ് എടുത്തത്. ഇവയൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഈ തിളച്ച് കിടക്കുന്ന ഈ തേങ്ങയിലേക്ക് ഇതിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ആ തിളപ്പിച്ചെടുത്തുനിന്ന് പിന്നീട് അത് മാറ്റി വെക്കുക കേട്ടോ. നല്ല ചൂട് തണിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കുക. ആ പിഴിഞ്ഞെടുത്തിട്ട് കിട്ടുന്ന ഇതുണ്ടാകുമല്ലോ, അത് നന്നായിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ നല്ലോണം അടുപ്പിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അത് നല്ലോണം കുറുക്കി അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ കുറുക്കി നന്നായിട്ട് വെള്ളം ഒഴിവാകുന്നത് വരെ കുറുക്കണം കേട്ടോ. പിന്നെ അത് വെളിച്ചെണ്ണ തന്നെയായി മാറും കേട്ടോ. അത് നല്ല വെളിച്ചെണ്ണയായിട്ട് മാറി. ആ വെളിച്ചെണ്ണ നമുക്ക് പാകമായ വെളിച്ചെണ്ണ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. ഇത് തേച്ചാൽ നല്ലോണം മുടി വളരും കേട്ടോ. ഇത് കുറേശ്ശെ എടുത്ത് തേച്ചാൽ മതി, നല്ലോണം മുടി വളരും. ഞാൻ സ്ഥിരമായി തേക്കുന്നത് ഇതാണ്. കുഴപ്പമില്ലാത്ത ഒരു മുടിയുണ്ട്. എന്തായാലും മുടീൻ്റെ ഊരലൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും തരണേ.